അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വിധിയെപ്പോലും മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ്. ഒരിക്കലും നടക്കൂലെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള, നമ്മൾ പോലും വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തെ അത്ഭുതകരമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കൂലേ, സന്തോഷവാന്മാരായിരിക്കൂലേ? അത്തരത്തിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ബറാഅത്ത് രാവിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതിലെ ഈ ഒരു അമൽ നിങ്ങൾ ചെയ്തോളി. ഇൻഷാ അള്ളാഹ് ഉറപ്പാണ് ഇതിന് ഒരു ഇജാബത്ത് നിങ്ങൾക്ക് റബ്ബ് നൽകുക തന്നെ ചെയ്യും. ഒരുപാട് ഉമ്മമാർ പലതരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് കമൻ്റ് ഇടാറുണ്ട്. എൻ്റെ മോന് നന്നായി കിട്ടണില്ല, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കണില്ല, അവൻ്റെ കൂട്ടുകെട്ട് ഇപ്പം ചീത്തയാണ്. നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ബേജാറാണ്. സാധാരണ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവന് വലുതായി കഴിഞ്ഞാൽ അവനക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ടെൻഷനൊന്ന് കുറഞ്ഞു കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ കുട്ടികളിങ്ങനെ മുതിരും തോറും ഉമ്മമാരുടെയൊക്കെ മനസ്സിൽ പിന്നെയും ബേജാറ് കൂടുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഉമ്മ ഈ അടുത്ത് കമൻറ്റ് ചെയ്യുകയുണ്ടായി, എൻ്റെ മകനിങ്ങനെ ചീത്ത കൂട്ടുകെട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇത്തരത്തിൽ ചീത്ത കൂട്ടുകെട്ടിൽ പോകുന്ന എല്ലാവരെയും, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് നമ്മളെ അലട്ടുന്നത്, ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാവൽ തന്നെയാണ് ഈ ഒരു അമൽ. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക, ചെയ്യാൻ വളരെ ഈസിയാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ മതി, എനിക്കിതൊന്നും ചെയ്യണം എന്നുള്ളൊരു മനസ്സ് നമുക്ക് വന്നാൽ മതി. അപ്പം നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു ഇഷ്ടവും കൂടും. നമുക്ക് ആ ഒരു അമലിൻ്റെ ഒരു ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമലിനോട് ഒന്നുകൂടെ ഇഷ്ടം കൂടുകയും ചെയ്യും. ഇൻഷാ അള്ളാഹ് നമുക്കത് ഏതാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലീസ്, ഇതിലാരെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ഇൻഷാ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കട്ടെ. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയമൊക്കെ ആയിട്ട് ഒരുപാട് അമലുകൾ ചെയ്ത് വളരെ തിരക്കിലായിരിക്കും. എത്രയോ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് കഴിയുന്ന ആളുകൾക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ പരിശുദ്ധമായിട്ടുള്ള ശഅബാനാകുന്ന ഈ ഒരു വേളയിൽ തന്നെ ചില ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ കിട്ടി, അതുമായി തന്നെ കുറി കിട്ടൂല എന്ന് വിചാരിച്ചതാണ്, കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ കണ്ടു. അൽഹംദുലില്ലാ, സന്തോഷം. അപ്പോൾ നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ആത്മശുദ്ധി, പടച്ചോൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഒരു എങ്ങനെയാണ് നമ്മുടെ ആ ഒരു അവസ്ഥക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മനസ്സും ശരീരമൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊരാവശ്യമായിക്കോട്ടെ ആ ആവശ്യത്തെ റബ്ബ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഒരിക്കലും അത് നമ്മളിൽ നിന്ന് വിട്ട് കളയുകയില്ല. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, തെറ്റ് ചെയ്യൂലെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ എത്രയൊക്കെ ഞാൻ ശ്രമിച്ചാലും പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ആ തെറ്റിലേക്ക് അടിമപ്പെട്ട് പോവുകയാണ്, പിന്നെ ഞാൻ അറിയാതെ ചെല്ലുകയാണെന്നൊക്കെ. കുറേയൊക്കെ നമ്മൾ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കാൻ നോക്കുക. പിന്നെ നമുക്ക് അത്രയും പറ്റാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ പടച്ചവനോട് പറയാം, റബ്ബേ ഞാൻ ഇത്തരത്തിൽ ചെയ്തു പോയിട്ടുണ്ട്, പൊറുത്ത് തരണം എന്നുള്ളത്. കാരണം ദ്വാക്ക് ഇജാബത്തുള്ള, പൊറുക്കലിന് ഏറ്റവും ഫലമുള്ള സമയങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ ഈ കടന്നു പോകുന്നത്. അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഇത്തരത്തിൽ തെറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ മുത്ത് റസൂലിൻ്റെ പേരിൽ കുറച്ച് സലാത്തുകളെ ആത്മാർത്ഥമായിട്ട് ചെല്ലുക. ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യണം എന്നുള്ള പ്രവണത നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകും. കാരണം ഷാബാന്, റമദാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഫോണിന് അഡിക്റ്റ് ആയിരിക്കും ചില ആളുകൾ. ഒന്ന് നീച്ച് നിസ്കരിക്കാൻ പോലും ചില ആളുകൾക്ക് ഇപ്പോൾ മടിയാണ്. റീൽസ്, ഷോർട്സ്, അതുമാതിരി തന്നെ ഇൻസ്റ്റഗ്രാം, എല്ലാവരും നമ്മുടെ ഈ ഒരു 10 വയസ്സ് മുതൽ ഒരു 25-30 വയസ്സ് വരെ ഇപ്പോൾ ഫുള്ള് ഇൻസ്റ്റഗ്രാമിലാണ്. അവർക്ക് വേറെ ഒരു ചിന്തയില്ല, എന്ത് സ്റ്റോറി ഇടുന്നു, എന്ത് പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയതായിട്ടുള്ള വരുന്ന കാര്യങ്ങൾ ട്രെൻഡ് ഏറ്റെടുത്തിട്ട് അവരതുപോലെ അനുകരിച്ചിട്ട് അതൊക്കെ എടുത്ത് സ്റ്റോറി, സ്റ്റാറ്റസാക്കി ഇടുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഇരുന്ന് ടൈം കളയാതെ നമ്മളുടെ
ഈ ഒരു ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹ്ക്കും റസൂലിനും വേണ്ടിയിട്ട് ഇബാദത്തുകൾ ചെയ്യുക. കാരണം ഇത്തരത്തിൽ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ റബ്ബ് പുറത്തു തരികയും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ റബ്ബ് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ ഒരു അമലിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അല്ലേ. പിന്നെ എന്താ, ഞാൻ ഈ ബറാത്തിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരം കൂടുതലാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ദിവസമാണല്ലോ. കാരണം ദിവസങ്ങളിലെ ചില പ്രത്യേക ദിവസങ്ങളുണ്ടല്ലോ, അതേപോലെ പ്രത്യേകമാക്കപ്പെട്ടുള്ള ദിവസമാണ്. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ലത്. അല്ല, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു അമലിനെ കാണുന്നതെങ്കിൽ അപ്പം ചെയ്താലും മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. പരിശുദ്ധ ഖുർആനിൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. അത് അള്ളാഹിൻ്റെ സംസാരമാണ്. അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സംസാരത്തെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റബ്ബ് നീക്കിത്തരും നിങ്ങളെ പ്രശ്നങ്ങളെ, നിങ്ങളെ പ്രയാസങ്ങളെ. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്, ഖുർആൻ്റെ ഉമ്മ, പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തുകൾക്കും വളരെ വലിയ പ്രത്യേകതകളുണ്ടെന്ന. ഈ സൂറത്തുൽ ഫാത്തിഹയെ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കി ആരെങ്കിലും പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയെ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ, കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ്. അപ്പോൾ ഈ പരിശുദ്ധമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയെ നമ്മൾ 100 തവണയാണ് നിയ്യത്ത് വെക്കേണ്ടത്. 100 തവണ നിയ്യത്ത് വെച്ചിട്ട് നമ്മളിത് ഓതി തുടങ്ങി നല്ല രീതിയിൽ ഇതിനെ ഓതി അവസാനിപ്പിക്കും ചെയ്യാം. നമ്മൾ മനസ്സ് നിറഞ്ഞ് പടച്ചോനോട് ചോദിക്കുക. മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ പടച്ചോനോട് ഈ ഒരു സൂറത്തിനെ നമ്മൾ ഓതുകയും ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ പടച്ചോനോട് ഓതിയാലുള്ളൂ, ഈ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയെ ഓതിയാലുള്ളൂ നമുക്ക് ആ ഒരു ഭയഭക്തിയും വിശ്വാസവും ആ ഒരു പ്രതീക്ഷയൊക്കെ കൈവരിച്ചു കൊണ്ട് ഇത്തരത്തിൽ ഓതിയാലുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുമ്പോൾ നമുക്കൊരു വിശ്വാസം, നമുക്കൊരു പ്രതീക്ഷ, ഇനി എനിക്കെൻ്റെ റബ്ബ് തരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ കയ്യിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും പടച്ചോനിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ച്, എത്ര കടമുള്ള വ്യക്തി ആയിക്കോട്ടെ, ഒരു ജോലിയില്ലാത്ത വ്യക്തികളായിക്കോട്ടെ, നല്ല രീതിയിൽ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലേ. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.